ദേവസഹായം പിള്ള 1752 ജനുവരി 14 കൊല്ലപ്പെട്ടത്. അന്നത്തെ കൊച്ചി മെത്രാനായിരുന്ന റവറന്റ് ക്ലെമന്റ് ജോസഫ് കൊലോസോ ലൈത്താവേ എസ്.ജെ. ദേവസഹായം പിള്ളയുടെ മരണവാർത്ത അറിഞ്ഞപ്പോൾ തന്റെ രൂപതയിലെ എല്ലാ ദേവാലയങ്ങളിലും പള്ളിമണികൾ മുഴക്കുവാനും നന്ദിയുടെ തേദേയും എന്ന സ്തോത്രഗീതം ആലപിക്കുവാനും പൊന്തിഫിക്കൽ പാട്ടുകുർബാന അർപ്പിക്കുവാനും നിർദ്ദേശം നൽകി. അദ്ദേഹം 1756 നവംബർ 15 അന്നത്തെ മാർപ്പാപ്പയായിരുന്ന ബെനഡിക്റ്റ് 14 ലത്തീൻ ഭാഷയിൽ എഴുതിയ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. അന്നത്തെ തിരുവിതാംകൂറിൽ ക്രിസ്ത്യാനികൾക്ക് അനുഭവിക്കേണ്ടി വന്ന കഷ്ടതകളും സഹനങ്ങളും വ്യക്തമായി അതിൽ എഴുതിയിരുന്നു. ആ കത്തിൽ ഹൈന്ദവനായിരുന്ന നീലകണ്ഠപിള്ള ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച് ദേവസഹായം പിള്ളയായി മാറിയതും അതിനെ തുടർന്ന് അനുഭവിക്കേണ്ടി വന്ന കൊടും പീഡനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ വീരരക്തസാക്ഷിത്വത്തെക്കുറിച്ചുമെല്ലാം വിശദമായി എഴുതിയിരുന്നു. ആ കത്ത് എന്തുകൊണ്ടോ വേണ്ടത്ര ശ്രദ്ധ ലഭിക്കാതെ റോമിൽ 300 വർഷത്തോളം ഇരുന്നു. ഇതിനിടെ ദേവസഹായം പിള്ളയുടെ നാമകരണത്തിനായുള്ള നടപടികളുമായി കോട്ടാർ രൂപത മുന്നോട്ടുപോയി. ബിഷപ്പ് ലിയോൺ ധർമ്മരാജ് കോട്ടാർ രൂപതയുടെ അധ്യക്ഷനായിരിക്കുമ്പോൾ സഭ ദേവസഹായം പിള്ളയെ 2003 ഡിസംബർ 22 ദൈവദാസൻ പദവിയിലേക്ക് ഉയർത്തി. 2005 ഒക്ടോബർ 28 റോമിലുണ്ടായിരുന്ന ഫാദർ ജോൺ കുഴന്തൈ വത്തിക്കാനിലെ രഹസ്യ രേഖാശേഖരത്തിൽ നിന്നും 1756 അന്നത്തെ കൊച്ചി മെത്രാൻ അഭിവന്യ ബെനഡിക്റ്റ് 14 ലത്തീൻ ഭാഷയിൽ എഴുതിയ റിപ്പോർട്ട് ആകസ്മികമായി കണ്ടെടുക്കുകയുണ്ടായി. തുടർന്ന് അത് ബെനഡിക്റ്റ് 16 പാപ്പയ്ക്ക് കൈമാറി. 3 നൂറ്റാണ്ടുകളോളം മറഞ്ഞിരുന്ന ആ രേഖ ലഭിച്ചത് തികച്ചും ഒരത്ഭുതം തന്നെയായിരുന്നു. പിന്നീട് എല്ലാം ത്വരിതഗതിയിലായി. 2012 ഡിസംബർ 2 ദൈവദാസൻ ദേവസഹായം പിള്ള ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ വച്ച് വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെട്ടു. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത ദേവസഹായം പിള്ള ഭാരതസഭയിലെ പ്രഥമ അൽമായ രക്തസാക്ഷിയാണ്. 2004 ഭാരതത്തിലെ കത്തോലിക്ക സഭാ നേതൃത്വം പിള്ളയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തണമെന്ന് വത്തിക്കാനോട് ശുപാർശ ചെയ്തു. ദേവസഹായം പിള്ളയെ രക്തസാക്ഷി പദവിയിലേക്ക് ഉയർത്താനുള്ള നടപടികൾക്ക് 2012 ബെനഡിക്റ്റ് 16 മാർപ്പാപ്പായുടെ അംഗീകാരം ലഭിച്ചു. 2012 ഡിസംബർ 2 അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. എന്നാൽ ഫ്രാൻസിസ് പാപ്പയുടെ അധ്യക്ഷതയിൽ ഭാരതസഭയിലെ പ്രഥമ അൽമായ രക്തസാക്ഷി വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ളയടക്കം 7 പേരെ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി കർദിനാളന്മാരുടെ കൺസിസ്റ്ററി വത്തിക്കാനിൽ നടന്നെങ്കിലും കോവിഡ് മഹാമാരിയുടെ പ്രത്യേക പശ്ചാത്തലത്തിൽ വിശുദ്ധ പദവി പ്രഖ്യാപനം ഏതാനും മാസങ്ങൾ പിന്നെയും നീണ്ടു. ഏവരുടെയും പ്രാർത്ഥനയുടെയും കാത്തിരിപ്പിന്റെയും ഫലമായി വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ളയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിന് ഫ്രാൻസിസ് പാപ്പ അംഗീകാരം നൽകി. രക്തസാക്ഷികളുടെ ചുടുനിണം സഭയുടെ വളർച്ചയ്ക്ക് നനവ് നൽകിയിട്ടുണ്ട്. ഭാരതത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയെ രൂപപ്പെടുത്താൻ ദൈവം പ്രത്യേകം തെരഞ്ഞെടുത്ത പടത്തലവനായിരുന്നു ക്യാപ്റ്റൻ ഡിലനായി. വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ള അൾത്താര വണക്കത്തിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ കോട്ടാർ രൂപതയോടൊപ്പം കേരള സഭയും ഭാരതസഭയും ദൈവത്തിന് നന്ദി പറയുകയാണ്. ദേവസഹായം പിള്ളയുടെ മാധ്യസ്ഥം യാചിച്ചു പ്രാർത്ഥിക്കുവാൻ ആയിരങ്ങളാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്ന് അവിടേക്ക് ഒഴുകിയെത്തുന്നത്.